രാവിലത്തെ എൻ്റെ ചെറുതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ മുഴുവൻ ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു കേട്ടോ ചിന്ത. കാര്യം ഇന്നലെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് റവയുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും പനീർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. റവ വെച്ചിട്ട് നല്ല എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റിലൊരു നെയ്പ്പത്തിരി ഉണ്ടാക്കിയിട്ട് എടുക്കുക. അതിനായിട്ട് ഇതാ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ റവയും കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ഒന്ന് വാട്ടി കുഴച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മൾ പത്തിരിപ്പൊടിയില്ലേ, പച്ചരിൻ്റെയോ പുഴുങ്ങലരിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്തു ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളൊന്ന് കുഴച്ചെടുക്കുക. പൊടിയെല്ലാം കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ആ എടുത്തു വെച്ച വെള്ളമില്ലേ അത് റവയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്കത് കറക്റ്റ് ആയിരുന്നേ. ഇനി എല്ലാം ഒന്ന് പരത്തിയിട്ട് എടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എല്ലാം പരത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ നെയ്പ്പത്തിരി ചുട്ടെടുക്കുക. നല്ല തിളച്ച എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. റവ ആയതുകൊണ്ട് കുക്കിങ്ങിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇതുപോലെ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിരിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും പനീറും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു പാൽക്കറിയും കൂടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എല്ലാം ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എണ്ണയൊന്നും കുടിക്കാത്ത നെയ്പ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കിക്കോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ചൂടുകൂടെ വെറും ചായൻ്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി.